അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ബിസ്മില്ലാ വൽഹംദുലില്ലാ വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫിൽ മുർസലീൻ വഅലാ ആലിഹി വസ്വഹ്ബിഹി അജ്മഈൻ അമ്മാ ബഅദ്. ഇനി നമുക്ക് ചർച്ച ചെയ്യാനുള്ളത് നമ്മൾ പറഞ്ഞതുപോലെ ആ ഖായിദയെക്കുറിച്ചാണ്. മാ ലാ യത്തിമ്മുൽ വാജിബു ഇല്ലാ ബിഹി ഫഹുവ വാജിബുൻ. ആ ഒരു ഖായിദയാണ് നമുക്ക് ചർച്ച ചെയ്യാനുള്ളത്, അല്ലേ? അതായത് സിമ്പിളായിട്ട് പറയുകയാണ് എങ്കിൽ ഒരു വാജിബായ ഒരു കാര്യം പൂർണ്ണമാകാൻ ആവശ്യമായ മറ്റു വേറെ എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ ഇതിൻ്റെ കൂട്ടത്തിൽ എന്താകും, നമ്മുടെ മേലിൽ വാജിബാകും. ഇപ്പോൾ ഒരു ഉദാഹരണം പറഞ്ഞാൽ നിസ്കാരം എന്നുള്ളത് നമ്മുടെ മേലിൽ വാജിബായ ഒരു കാര്യമാണ്. അപ്പോൾ ആ നിസ്കാരം പൂർണ്ണമായിട്ട് നിർവഹിക്കണമെങ്കിൽ അതിന് എന്തൊക്കെ കാര്യങ്ങൾ ആവശ്യമുണ്ടോ ആ കാര്യങ്ങളൊക്കെ നമ്മുടെ മേലിൽ വാജിബ് തന്നെയാണ്. ഇപ്പോൾ നിസ്കാരം പൂർണ്ണമാകണമെങ്കിൽ അതിന് വുളു വേണം. അപ്പോൾ ആ വുളുവും നമ്മുടെ മേലിൽ വാജിബ് തന്നെയാണ്. വുളുവിനെ കുറിച്ച് നമ്മൾ ഷർത്ത് എന്നാണ് പറയുന്നത് എങ്കിലും ആ വുളുവും നമ്മുടെ മേലിൽ വാജിബാണ്. നമ്മൾ സിമ്പിളായിട്ടൊന്ന് ചിന്തിച്ച് നോക്കിയാൽ മതി. നമ്മൾ വുളുവിൻ്റെ നിയ്യത്ത് വെക്കുന്ന അവസരത്തിൽ നമ്മളെന്താ മലയാളത്തിൽ നിയ്യത്ത് വെക്കുക? വുളു എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു, അല്ലേ? വുളു എന്നത് നേർക്ക് ഫർളാണോ? അല്ലല്ലോ. വുളു എന്നുള്ളത് നിസ്കാരത്തിൻ്റെ ഷർത്താണ്. പക്ഷേ എന്നിട്ടും നമ്മൾ എന്താകുന്നുണ്ട്, അവിടെ വുളു എന്ന ഫർളിനെ ഞാൻ വീട്ടുന്നു എന്നാണ് നിയ്യത്ത് വെക്കാറുള്ളത്, അല്ലേ? അപ്പോൾ വുളു എന്ന ഫർള് എന്നുള്ളത് അതെങ്ങനെ? അത് ഈ ഖായിദ അനുസരിച്ചാണ്. വുളു നിസ്കാരം പൂർണ്ണമാകണമെങ്കിൽ എന്താകണം? വുളു വേണം. അപ്പോൾ വുളുവും നമ്മുടെ മേലിൽ ഒരു ഫർള് തന്നെയാണ്. അപ്പോൾ അതുകൊണ്ട് ആ നിയ്യത്ത് ശരിയാണ്. മനസ്സിലായ? അപ്പം അതാണ് ഒരു ഫർള് പൂർണ്ണമായിട്ട് നമുക്ക് ശരിയായ രീതിയിൽ ഒരു വാജിബായ ഒരു കാര്യം പൂർണ്ണമായിട്ട് നമുക്ക് വീട്ടാൻ എന്തൊക്കെ കാര്യങ്ങൾ അതിന് ഒപ്പം വേണോ ആ കാര്യങ്ങളൊക്കെ വാജിബ് തന്നെയാണ്. സുന്നത്തായ കാര്യങ്ങൾ ഒഴികെ, സുന്നത്തായ കാര്യങ്ങൾ അത് പൂർണ്ണമാകണമെങ്കിൽ ആ സുന്നത്ത് ചെയ്യണമെന്നില്ലല്ലോ. അപ്പോൾ ആ വാജിബ് വീടാൻ സുന്നത്ത് വേണമെന്നില്ല, സുന്നത്ത് ആവശ്യമില്ല. സുന്നത്തല്ലാത്ത ബാക്കിയുള്ള കാര്യങ്ങൾ ഒരു വാജിബ് വിടാൻ എന്തൊക്കെ വേണോ അതൊക്കെ. അപ്പോൾ അതാണ് ഇന്ന് നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പോൾ നമ്മൾ ഫസ്റ്റ് ഈ ഒരു പവർ പോയിന്റ് നമുക്ക് നോക്കാം, അല്ലേ? അൽ മഖ്ദൂറു അല്ലദീ ലാ യതിമ്മുൽ വാജിബു ഇല്ലാ ബിഹി. അൽ മഖ്ദൂർ പറഞ്ഞാൽ ചെയ്യാൻ കഴിയുന്ന കാര്യങ്ങൾ, അല്ലേ? സാധിക്കുന്ന കാര്യങ്ങൾ. അല്ലദീ ലാ യതിമ്മുൽ വാജിബു ഇല്ലാ ബിഹി, അതുകൂടാതെ ഒരു വാജിബ് പൂർണ്ണമാകൂല. അങ്ങനത്തെ ചെയ്യാൻ സാധിക്കുന്ന കാര്യങ്ങളൊക്കെ വാജിബുൻ, അത് വാജിബാണ് എന്നുള്ളതാണ് പ്രബലമായ അഭിപ്രായം. അതാണ് ഒന്നാമത്തെ അഭിപ്രായം, അല്ലേ? നമ്മളിപ്പോൾ പറഞ്ഞതുപോലെ ഒരു വാജിബ് പൂർണ്ണമാകാൻ മറ്റു എന്തൊക്കെ കാര്യങ്ങളുണ്ടോ ആ കാര്യങ്ങളൊക്കെ വാജിബാകുന്നു. അതാണ് പ്രബലമായ അഭിപ്രായം. ഇനി വേറെ കീലുണ്ടതിൽ ഒരു കീല ലൈസ ബി വാജിബിൻ, അത് വാജിബ് അല്ല എന്നൊരു കീലുണ്ട്. വേറൊരു കീലുണ്ട് എന്ത്, ഇൻ കാന സബബൻ, അത് സബബാണ് എങ്കിൽ വാജിബാണ്. ലാ ഷർത്തൻ, ഷർത്താണെങ്കിൽ വാജിബ് അല്ല എന്നാണ് ഈ കീലക്കാരുടെ അഭിപ്രായം. മറ്റൊരു അഭിപ്രായം ഇൻ കാന ഷർത്തൻ, അത് ഷർത്താണെങ്കിൽ വാജിബാണ്, അല്ലെങ്കിൽ അത് വാജിബല്ല. ഇനി അതിൽ തന്നെ രണ്ട് അഭിപ്രായങ്ങളുണ്ട്. ഷർത്തൻ ഷറഇയൻ, ഷറഇയായ ഷർത്താണെങ്കിൽ അത് വാജിബാണ്. ഇനി അഖലിയോ ആദിയോ ആയ ഷർത്താണ് എങ്കിൽ അത് വാജിബും അല്ല. ഇപ്പോൾ ഷറഇയായ ഷർത്താണ് നമ്മൾ പറഞ്ഞ വുളു, അല്ലേ? നിസ്കാരത്തിൻ്റെ ഷറഇയായ നിലക്കുള്ള ഒരു ഷർത്താണ്. അപ്പോൾ അതാണെങ്കിൽ അതെന്താകുന്നു, വാജിബാകുന്നു ഇവരുടെ അഭിപ്രായം അനുസരിച്ച്. ഇനി അഖലിയോ ആദിയോ ആയ ഷർത്തുകളൊക്കെയാണ് എങ്കിൽ അത് വാജിബും അല്ല. ഇങ്ങനെ പല അഭിപ്രായങ്ങളുമാണ് ഇന്ന് നമുക്ക് എന്താകാനുള്ളത്, ചർച്ച ചെയ്യാനുള്ളത്. പിന്നെ നേരെ അതിൻ്റെ ഓപ്പോസിറ്റാണ്. മാലാ യത്തിമു തെർക്കുൽ ഹറാമി ഇല്ലാ ബിഹി ഹറാമിൻ. അത് നേരെ അതിൻ്റെ ഓപ്പോസിറ്റ് കായികയാണ്. അത് നമുക്ക് ഇൻഷാ അല്ലാഹ് പിന്നെ ചർച്ച ചെയ്യാം. അപ്പോൾ ഇന്ന് ഇത് നോക്കാം. മാലാ യത്തിമുൽ വാജിബു ഇല്ലാ ബിഹി വാജിബുൻ ഫഹുവ വാജിബ് എന്ന് ചിലപ്പോൾ പറയാറുണ്ട്, അല്ലെങ്കിൽ വാജിബുൻ അങ്ങനെ പറഞ്ഞാലും മതി. അതാ അൽ ഫിയലുൽ മഖ്ദൂറു, ചെയ്യാൻ സാധിക്കുന്ന ഒരു പ്രവർത്തനം. ലിൽ മുക്കല്ലഫി, മുക്കല്ലഫായ ഒരാൾക്ക് ചെയ്യാൻ സാധിക്കുന്നതായ ഒരു പ്രവർത്തനം. എങ്ങനത്തെ പ്രവർത്തനം? അല്ലദീ ലാ യത്തിമു ഐ ലാ യൂജദു, പൂർണ്ണമാകൂല എന്ന് പറഞ്ഞാൽ എത്തിക്കൂല. അൽ വാജിബു, ഒരു വാജിബായ കാര്യം എത്തിക്കപ്പെടൂല, അത് പൂർണ്ണമായിട്ട് വീട്ടപ്പെടാൻ കഴിയൂല. അൽ വാജിബുൽ മുത്തലഖു, മുത്തലഖ് നിലക്കുള്ള വാജിബ് ഇല്ലാ ബിഹി, ആ ഒരു മഖ്ദൂറായ ഒരു പ്രവർത്തനം ഉണ്ടല്ലോ. അപ്പം ആ മഖ്ദൂറായ പ്രവർത്തനം കൊണ്ടല്ലാതെ ഒരു വാജിബ് പൂർണ്ണമാകൂല എങ്കിൽ വാജിബുൻ, ആ മഖ്ദൂറായ പ്രവർത്തനവും നമ്മുടെ മേലിൽ വാജിബാകുന്നു. ഫഹുവ വാജിബ് എന്നുണ്ടെങ്കിൽ ഒന്നുകൂടി ഉഷാറാവും, അല്ലേ? അപ്പോൾ ഒരു വാജിബായ ഒരു കാര്യം, ആ കാര്യം പൂർണ്ണമാകാൻ
മറ്റുള്ള ഈ മഖ്ദൂറായ മറ്റ് കാര്യങ്ങളെ കൊണ്ടല്ലാതെ ആ വാജിബ് പൂർണ്ണമാകൂല എങ്കിൽ ഈ മറ്റുള്ള കാര്യങ്ങളും എന്താകുന്നു? നമ്മുടെ മേലിൽ വാജിബാകുന്നു. അതാണ്. അപ്പോൾ ഒരു മുത്തലഖൻ വാജിബ് പൂർണ്ണമാകണമെങ്കിൽ നമുക്ക് ഒരു മുക്കല്ലഫിനിക്ക് ചെയ്യാൻ കഴിയുന്ന മറ്റെന്തൊക്കെ പ്രവർത്തനങ്ങൾ അതിലേക്ക് ആവശ്യമുണ്ടോ ആ പ്രവർത്തനങ്ങളൊക്കെ നമ്മുടെ മേലിൽ വാജിബാകുന്നു. കാരണം എന്താ? ബിവുജൂബിൽ വാജിബി, ഏത് വാജിബും നമ്മുടെ മേലിൽ വാജിബല്ലേ. അപ്പം അതുകൊണ്ട് ആ വാജിബ് പൂർണ്ണമാകണമെങ്കിൽ ഈ വാജിബും കൂടി ഒപ്പം ചെയ്യണം. അപ്പം അതുകൊണ്ട് ഇതും നമ്മുടെ മേലിൽ വാജിബാകുന്നു. അത് സബബൻ കാന ഔ ഷർത്തൻ, സബബാകട്ടെ ഷർത്താകട്ടെ എങ്ങനെയാണെങ്കിലും വാജിബാണ് എന്നതാണ് പ്രബലമായ അഭിപ്രായം. അതിന് ശേഷമുള്ളതിലേക്ക് ഞാൻ ഒരു ചെറിയ സൂചന കൊടുക്കണം. ഇവിടെ സബബാകട്ടെ ഷർത്താകട്ടെ എങ്ങനെയാണെങ്കിലും ഒരു വാജിബ് പൂർണ്ണമാകാൻ ആവശ്യമായിട്ടുള്ള ബാക്കി കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ നമ്മുടെ മേലിൽ എന്താകുന്നു? വാജിബാകുന്നു എന്നതാണ് വിഫാഖല്ലിൽ അക്സരി, അധിക പണ്ഡിതന്മാരുടെയും അഭിപ്രായം. മിനൽ ഉലമായി. ഇത് കാരണം ലൗലം യജിബ്, അത് നിർബന്ധമാവൂല എന്ന് നമ്മൾ പറഞ്ഞാൽ ലജാസ തെർക്കുൽ വാജിബിൽ മുവഖിഫി അലൈഹി, ഇത് നിലനിൽക്കുന്നതായ ഒരു വാജിബ് ഒഴിവാക്കൽ ജായിസാണ് എന്ന് വരും അല്ലേ. ഇപ്പം നിസ്കാരം പൂർണ്ണമാകണമെങ്കിൽ വുളൂ വേണം, വുളൂ വാജിബാണ്, അതുകൊണ്ട് വുളൂവും വാജിബാണ് എന്നാണ് നമ്മൾ പറയുന്നത്. ഇനി വാജിബല്ല എന്ന് പറയുകയാണെങ്കിൽ വുളൂ എടുക്കാതെ നിസ്കരിക്കാൻ പറ്റും എന്ന് പറയേണ്ടി വരും. അങ്ങനെ പറ്റുമോ? ഇല്ലല്ലോ. അപ്പോൾ അതുകൊണ്ട് വുളൂവും വാജിബ് തന്നെയാണ്. അപ്പം അതാണ് അധിക പണ്ഡിതന്മാരുടെയും അഭിപ്രായം. ഇതിലുള്ള ഒന്നാമത്തെ അഭിപ്രായം അതാണ്. അത് സബബാകട്ടെ ഷർത്താകട്ടെ എങ്ങനെയാണെങ്കിലും ഒരു വാജിബ് പൂർണ്ണമാകാൻ ആവശ്യമായ മറ്റ് കാര്യങ്ങൾ എന്തൊക്കെയുണ്ടോ അതൊക്കെ വാജിബാണ് എന്ന് തന്നെയാണ് പ്രബലമായ അഭിപ്രായം. ഇനി ഖീലകളാണ് പറയുന്നത്. വഖീല, അതിലുള്ള രണ്ടാമത്തെ ഒരു അഭിപ്രായം ലാ യജിബു ബിവുജൂബിൽ വാജിബി മുത്ലഖൻ, മറ്റൊരു വാജിബ് നിർബന്ധമാകലിക്ക് ഇതെന്താകൂല? വാജിബ് നിർബന്ധമാകൂല. കാരണം അന്നദ്ദാല അലൽ വാജിബി, വാജിബിന്റെ മേലിൽ അറിയിക്കുന്ന ഒരു കാര്യം സാക്കിത്തുൻ അൻഹു, അതിന് തൊട്ടും മുണ്ടാതിരിക്കുകയാണ് അല്ലേ. ഇത് വാജിബാണ് എന്ന് നമുക്ക് ആരെങ്കിലും അറിയിച്ചു തന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. അപ്പം അതുകൊണ്ട് ഇത് വാജിബാണെന്നുള്ളത് നമ്മൾക്ക് അറിയിച്ചു തരുന്നില്ല, അതിനെ തൊട്ട് സുക്കൂത്താണുള്ളത്. അപ്പം അതുകൊണ്ട് ഇത് വാജിബ് അല്ല എന്നുള്ളതാണ് മറ്റൊരു അഭിപ്രായം. നമ്മൾ ഇവിടെ കണ്ടില്ലേ, ഒന്നാമത്തെ അഭിപ്രായം വാജിബാണ് എന്നുള്ളത് പ്രബലമായ അഭിപ്രായം. രണ്ടാമത്തെ അഭിപ്രായം ലേസിബി വാജിബിന്, അത് വാജിബ് അല്ല എന്നുള്ള അഭിപ്രായമാണ്. ഫസ്റ്റത്തിന്റെ നേരെ ഓപ്പോസിറ്റ്. ഇനി സാലിസുഹ ഐൽ അഖ്വാലി, കൗലുകളിൽ നിന്ന് മൂന്നാമത്തെ ഒരു കൗലുണ്ട്. എന്താണ്? യജിബു ഇൻ കാന സബബൻ, അത് സബബാണെങ്കിൽ അത് വാജിബാണ്. ഏതുപോലെ? കന്നാരി ലിൽ ഇഹ്റാഖി, അല്ലേ, പൊള്ളലിനിക്ക് തീ പോലെ അല്ലേ. ഐക്ക ഇംസാസിൻ നാരി ലി മഹല്ലിൻ, തീ എന്താകും? ഒരു സ്ഥലത്തെ സ്പർശിക്കും പോലെ. തീ ഒരു സ്ഥലത്തെ സ്പർശിച്ചാലല്ലേ അവിടെ പൊള്ളുക. കാരണം ഫൈനഹു സബബുൽ ഇഹ്റാഖിഹി ആദത്തൻ, സാധാരണഗതിയിൽ പൊള്ളലിനിക്കുള്ള ഒരു കാരണം അതാ തീ എന്നുള്ളതാണ് അല്ലേ. അപ്പോൾ അങ്ങനെ സബബാണെങ്കിൽ അതെന്താകുന്നു? വാജിബാകുന്നു. ബി ഖിലാഫി ഷർത്തി, ഷർത്തിനിക്കെതിരായിട്ട്. കൽ വുളൂ ഇലി സ്വലാത്തി, നിസ്കാരത്തിനിക്ക് വുളൂ പോലെ. ഫലാ യജിബു ബി വുജൂബി മഷ്റൂത്തിഹി, അപ്പം ആ നിസ്കാരം നിർബന്ധമായി എന്ന് വെച്ചിട്ട് എന്താകൂല? വുളൂ നിർബന്ധം ആകൂല എന്നാണ് ഈ അഭിപ്രായക്കാർ പറയുന്നത്. ഈ മൂന്നാമത്തെ കോലുകാർ പറയുന്നത്. ഓല് പറയുന്നത് സബബാണെങ്കിൽ അത് വാജിബാണ്. അതായത് തീ ഉണ്ടായാൽ എന്തായാലും പൊള്ളും. അപ്പോൾ ഇതുണ്ടാകണമെങ്കിൽ മറ്റേതും എന്താകുന്നു? അതിൻ്റെ കൂട്ടത്തിൽ നിർബന്ധമാകുന്നു എന്നതാണ് ഓല അഭിപ്രായം. ഇനി നേരെ മറിച്ച് ഷർത്താണെങ്കിൽ നിർബന്ധം ഇല്ല എന്നുള്ളത്, വാജിബ് ആകൂല എന്ന് ഓല് പറയുന്നത്. അതായത് നിസ്കാരം നിർബന്ധമായി എന്ന് വിചാരിച്ചിട്ട് എന്താകൂല? വുളൂ നിർബന്ധം ആയിക്കൊള്ളണം എന്നില്ല എന്നാണ് ഓല് പറയുന്നത്. അപ്പോൾ ഓല് ഫർക്ക് പറയുന്നത് ഇങ്ങനെ, അതാ വൽ ഫർക്കു. അപ്പോൾ രണ്ടും തമ്മിലുള്ള വ്യത്യാസം എന്താ? അന്ന സബബ, ഈ സബബ് എന്നുള്ളത് ലിസ്തിനാദിൽ മുസബബ് ഇലൈഹി, അതിൻ്റെ മുസബബ് ഇതിലേക്കാണ് ചാരണം കൊള്ളുന്നത്. അപ്പം ഇതുണ്ടായാൽ അതും ഉണ്ടാകും. കാരണം ഇത് മറ്റേതിൻ്റെ മേലിൽ ആസ്പദിച്ചിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഈ ഒരു സബബ് ഉണ്ടായാൽ അതിൻ്റെ മുസബബും ഉണ്ടാവും, മുസബബ് ഉണ്ടായാൽ സബബും ഉണ്ടാവും. അപ്പം അത് ഒന്നുണ്ടായാൽ മറ്റേതും അതിൻ്റെ ഒപ്പം എന്താകും? വാജിബാകും. അതാണ് വ്യത്യാസം. അപ്പോൾ അത് കാരണത്താൽ തന്നെ അത് അശദ്ദു ഇർത്തിബാത്തം ബിഹി, അത് ആ മുസബബ് അതിൻ്റെ സബബിനോട് ഏറ്റവും കൂടുതൽ ബന്ധമുള്ളതാവുന്നു. ഇർത്തിബാത്ത് പറഞ്ഞാൽ ബന്ധം, കെട്ട് എന്നൊക്കെ അർത്ഥം അല്ലേ. അപ്പോൾ ശക്തമായ ബന്ധമുള്ളതാകുന്നു.
മിന ഷർത്തി ബിൽ മഷ്റൂത്തി, ഷർത്തിനിക്ക് മഷ്റൂത്തിനോട് ബന്ധമുള്ള ഇതിനേക്കാൾ. ഷർത്തും മഷ്റൂത്തും ബന്ധമുണ്ട്, പക്ഷെ ഷർത്തും മഷ്റൂത്തും ഉള്ള ബന്ധത്തിനേക്കാൾ ശക്തി കൂടിയതാണ് എന്ത്? സബബും മുസബബും തമ്മിലുള്ള ബന്ധം. അപ്പൊ അതുകൊണ്ട് സബബാണ് എങ്കിൽ എന്താകും? ആ മുസബബ് ഉണ്ടാകൽ കാരണത്താൽ സബബും വാജിബാകും. എന്നാൽ മഷ്റൂത്ത് ഉണ്ടാകൽ കാരണത്താൽ മഷ്റൂത്ത് വാജിബായി എന്ന് വിചാരിച്ചിട്ട് ഷർത്ത് എന്താകൂല? വാജിബ് ആകൂല എന്നുള്ളതാണ് മൂന്നാമത്തെ ഈ അഭിപ്രായക്കാർ പറയുന്നത്. ഇനി നാലാമത്തെ ഒരു അഭിപ്രായം, വഖാല ഇമാമുൽ ഹറമൈനി, ഇമാമുൽ ഹറമൈനി തങ്ങൾ പറഞ്ഞത്, ഇൻകാന ഷർത്തൻ ഷറഇയ്യൻ, അത് ഷറഇയായ ഷർത്താണ് എങ്കിൽ അതെന്താകും? നമ്മുടെ മേലിൽ വാജിബാകും. ഇപ്പോൾ നമ്മൾ പറഞ്ഞ പോലെ ഷറഇയായ ഷർത്ത് പറഞ്ഞാൽ വുളു പോലെ, അതാ കൽ വുളു ലി സ്വലാത്തി, നിസ്കാരത്തിനേക്ക് വുളു എന്നുള്ളത് പോലെ അത് ഷറഇയായ ഒരു ഷർത്താണ് അല്ലേ? നമ്മുടെ ശരീഅത്ത് തന്നെ നമ്മളോട് കൽപ്പിച്ച ഒരു ഷർത്താണല്ലോ, നിസ്കരിക്കണമെങ്കിൽ എന്താകണം? വുളു വേണം എന്നുള്ളത്. അപ്പം നിസ്കാരത്തിൻ്റെ ശരീഅത്ത് കൽപ്പിച്ചതായ ഒരു ഷർത്ത് തന്നെയാണ് എന്ത്? വുളു എടുക്കുക എന്നുള്ളത്, ഔറത്ത് മറക്കുക എന്നുള്ളതൊക്കെ അല്ലേ? അപ്പം അത്തരത്തിലുള്ള ഒരു ഷർത്തൊക്കെ ആണെങ്കിൽ അതെന്താകും? ആ നിസ്കാരം എന്നുള്ളത് നമ്മുടെ മേലിൽ നിർബന്ധമാകുമ്പോൾ അതിൻ്റെ കൂടെ തന്നെ നിർബന്ധമാകുന്ന മറ്റൊരു കാര്യമാണ് എന്ത്? വുളു എന്നുള്ളതും. അപ്പോൾ ഷറഇയായ ഷർത്താണെങ്കിൽ അതെന്താവും? വാജിബാകും. ലാ അഖലിയൻ, അഖലിയായ ഷർത്താണെങ്കിൽ അത് വാജിബാകൂല. ഏതുപോലെ? കതെർക്കി ലിദ്ദിൽ വാജിബി, വാജിബിന്റെ ഓപ്പോസിറ്റ് ഒഴിവാക്കും പോലെ. അതൊരു അഖലിയാണ്, നമ്മൾ ബുദ്ധിയിലൂടെ ചിന്തിച്ചെടുക്കേണ്ട ഒരു കാര്യമാണ്. ഒരു വാജിബായ ഒരു കാര്യം അതിൻ്റെ ഓപ്പോസിറ്റ് നമ്മൾ എന്തായാലും ഒഴിവാക്കണം അല്ലേ? അതായത് ഇപ്പോൾ നമ്മുടെ മേലിൽ വാജിബാണ് എന്ത്? കക്കാതിരിക്കുക എന്നുള്ളത്, അല്ലെങ്കിൽ സിന ചെയ്യാതിരിക്കുക എന്നുള്ളത്. അപ്പം ആ സിന ചെയ്യുക എന്നുള്ളത് ഒഴിവാക്കൽ നമ്മുടെ മേലിൽ നിർബന്ധമല്ലേ? അതാണ്. അപ്പം അത് നമ്മൾ അഖലിയ നിലയ്ക്ക് ചിന്തിച്ചു നോക്കിയാൽ കിട്ടുന്ന ഒരു ഷർത്താണ്. അത് നമ്മുടെ മേലിൽ നിർബന്ധമാണോ? അല്ലല്ലോ. ഔ ആദിയൻ, അല്ലെങ്കിൽ ആദിയായ ഷർത്താണെങ്കിൽ അതും എന്താകൂല? വാജിബാകൂല. ഏതുപോലെ? കവസലി ജുസ് മിനർ റഅ്സി, തലയിൽ നിന്നൊരു അല്പഭാഗം കഴുകേണ്ടി വരും. ഹോസ്റ്റലിൽ വജ്ഹി, മുഖം കഴുകുമ്പോൾ മുഖം പൂർണ്ണമായിട്ടും കഴുകി എന്ന് ഉറപ്പ് വരുത്താൻ വേണ്ടി നമുക്ക് എന്താ വേണ്ടി വരും? ചിലപ്പോൾ തലയിൽ നിന്നുള്ള ഒരു അല്പഭാഗം കൂടി, തലയുടെ മുൻഭാഗം കൂടി ഒക്കെ കൂട്ടി കഴുകേണ്ടി വരും അല്ലേ? അതൊക്കെ ഒരു സാധാരണഗതിയിൽ ഉണ്ടാകുന്ന ഒരു കാര്യമാണ്. അതൊന്നും അപ്പോൾ ആ തലയിൽ നിന്ന് അല്പഭാഗം കഴുകൽ വാജിബാന്നുള്ളത് നമ്മൾ പറയോ? ഇല്ല. നമ്മൾ എത്രയേ പറയുള്ളൂ? മുഖം പൂർണ്ണമായിട്ടും കഴുകുക എന്നുള്ളതേ പറയുള്ളൂ. മറ്റേത് സുന്നത്താണ്, ആ തലയിൽ നിന്ന് അല്പഭാഗം കഴുകുക എന്നുള്ളത്. അതിനെക്കുറിച്ച് നമുക്ക് എന്താകൂല? അത്തരത്തിലുള്ള ഷർത്തുകളൊന്നും നമ്മൾ വാജിബാണ് എന്നെന്താകൂല? പറയില്ല. അതാ ഫലായജിബു. അപ്പം ആ ഷർത്തുകളൊന്നും നിർബന്ധമാകൂല. ബി വുജൂബി മഷ്റൂത്തിഹി, അതിൻ്റെ മഷ്റൂത്ത് നിർബന്ധമായി എന്ന് വിചാരിച്ചിട്ട് ഇതും നിർബന്ധമാണ് എന്ന് നമ്മൾ പറയില്ല. അപ്പം മുഖം കഴുകൽ നിർബന്ധമാണ് എന്ന് വിചാരിച്ചിട്ട് തലയിൽ നിന്ന് അല്പം ഭാഗം കഴുകൽ നിർബന്ധമാണ് എന്ന് നമ്മൾ പറയോ? ഇല്ല, അത് പറയില്ല. കാരണം ഇത് ലാ വുജൂദലി മഷ്റൂത്തിഹി അഖലൻ ഔ ആദത്തൻ ബിദൂനിഹി, കാരണം അതിൻ്റെ മഷ്റൂത്ത് എത്തിക്കപ്പെടൂല അഖലൻ ഔ ആദത്തൻ, അഖലൻ നിലക്കോ ആദത്തൻ നിലക്കോ ബിദൂനിഹി, ഇതില്ലാതെ. അപ്പോൾ ഫലായഖസിദുഹു ഷാരിഉ ബിത്വലബി, അപ്പോൾ ഷാരി അത് തേടുക എന്നുള്ളത് എന്താകുന്നില്ല? അതുകൊണ്ട് ഉദ്ദേശിക്കുന്നില്ല അല്ലേ? ഷാരി ഇപ്പോൾ മുഖം കഴുകുമ്പോൾ അതിനൊപ്പം തലയും കൂടി അല്പം കഴുകണം എന്ന് തേടുന്നുണ്ടാ? ഇല്ല, അത് ഷാരിൻ്റെ ഉദ്ദേശം അല്ല. ബിഖിലാഫി ഷറഈ, എന്നാൽ ഷറഈയായ ഷർത്തുകൾക്കെതിരായിട്ട്. കാരണം ഫൈന്നഹു ലൗല അത്തിബാറ ഷർഉ ലഹു, ഷറഅ് അതിനെ പരിഗണിച്ചിട്ടില്ലായിരുന്നു എങ്കിൽ ലവുജിദ മഷ്റൂത്തുഹു ബിദൂനിഹി, അതിൻ്റെ ഇത് കൂടാതെ തന്നെ അതിൻ്റെ മഷ്റൂത്ത് എത്തിക്കപ്പെടേണ്ടിയിരുന്നു അല്ലേ? പക്ഷെ അങ്ങനെ എത്തിക്കപ്പെടൂലല്ലോ. അപ്പം അതുകൊണ്ട് ഷാരി എന്തായിട്ടുണ്ട്? ഇതിനെ പ്രത്യേകമായിട്ട് പരിഗണിച്ചിട്ടുണ്ട് അല്ലേ? ഈ ഒരു വുളു ഇല്ലാതെ തന്നെ നിസ്കാരം ശരിയാകുമായിരുന്നു എങ്കിൽ ഷാരി പിന്നെ ഈ വുളു എടുക്കാൻ നമ്മളോട് കൽപ്പിക്കുവോ? ഇല്ലല്ലോ. അപ്പം പിന്നെ വുളു എടുക്കണം എന്ന് നമ്മളോട് പറഞ്ഞത് ഷാരി ഈ വുളുവിനെ അത്രയും പരിഗണിച്ചത് കൊണ്ടാണ്, അത്രയും ഗൗനിച്ചത് കൊണ്ടാണ്. അപ്പം ആ വുളു നമ്മൾ എടുക്കുക എന്നുള്ളത് അത് നമ്മുടെ മേലിൽ വാജിബായിട്ട് വരും. അതാണ്. അപ്പം ഷറഈയായ ഷർത്തുകളാണ് എങ്കിൽ അതെന്താകും? നിർബന്ധമാകും. ഇതാണ് ഇമാമുൽ ഹറമൈനി തങ്ങളുടെ അഭിപ്രായം. ഇനി വസഖത്തൽ ഇമാമു അനി സബബി,
ഇവിടെ ഇമാം ഇപ്പോൾ ഷർത്തിനെ കുറിച്ച് മാത്രമേ പറഞ്ഞിട്ടുള്ളൂ അല്ലെ. ഇമാമുൽ ഹറമൈനി ഷറഈ ആയ ഷർത്താണെങ്കിൽ അത് വാജിബാകും, അക്കലിയോ ആദിയോ ആണെങ്കിൽ അത് എന്താകൂല, വാജിബാകൂല എന്നാണ് ഇമാമുൽ ഹറമൈനി തങ്ങൾ പറഞ്ഞത്. ഇവിടെ ഇമാമുൽ ഹറമൈനി തങ്ങൾ സബബിനെ കുറിച്ചൊന്നും പറഞ്ഞിട്ടില്ല. അതെന്തേ? ആ അപ്പൊ സക്കത്തൽ മുസന്നിഫ് സുക്കൂത്തായി, മിണ്ടാതിരുന്നു. സബബിനെ കുറിച്ചൊന്നും പറഞ്ഞില്ല. കാരണം എന്താ? വഹുവൽ ഇസ്തിനാദിൽ മുസബ്ബബി ഇലൈഹി ഫിൽ വുജൂദി, അതുണ്ടാകണമെങ്കിൽ അത് മുസബ്ബബ് എന്താകുന്നു, ആസ്പദിക്കുന്നുണ്ട് എന്നുള്ള കാരണത്താൽ. കല്ലദീ നഫാഹു, അതിനെ നിഷേധിച്ചതുപോലെ തന്നെ നമ്മളിപ്പോൾ മേലെ നിഷേധിച്ചു അല്ലേ. മുസബബ് ഉണ്ടെങ്കിലേ ഇത് ഉണ്ടാകുള്ളൂ, അങ്ങനെ അത് അപ്പം എന്ത്, ഫലാ യഖ്സിദുഹു ഷാരിഉ ബിത്വലബി, ഷാരി എന്താകുന്നില്ല, അതിനെ തേടുന്നില്ല. ഷാരി അതിനെ തേടൽ കൊണ്ട് എന്താകുന്നില്ല, ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഒരു സബബ് ഉണ്ടായി ഒരു മുസബബ് ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ ഈ സബബ് അതിൻ്റെ കൂട്ടത്തിൽ ഉണ്ടാകണം എന്ന് ഷാരി എന്താകുന്നില്ല, ഉദ്ദേശിക്കുന്നില്ല. അപ്പോൾ ഫലായജിബു, അതെന്താകുന്നില്ല, നിർബന്ധമാകൂല. അപ്പോൾ ഒരു മുസബബ് ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് അതിൻ്റെ സബബ് ഉണ്ടായിക്കൊള്ളണം എന്നില്ല. കമാ അഫ്സഹബി ഇബ്നുൽ ഹാജിബ് ഫി മുഖ്തസറിൽ കബീർ, ഇബ്നുൽ ഹാജിബ് തങ്ങൾ എന്തായിട്ടുണ്ട്, അദ്ദേഹത്തിൻ്റെ മുഖ്തസറുൽ കബീറിൽ ഇത് വിശദമായിട്ട് പറഞ്ഞിട്ടുണ്ട്. മുഖ്താർ അല്ലെ കൗലിൽ ഇമാമി, ഈ ഇമാമുൽ ഹറമൈനി തങ്ങളുടെ കൗലിനെ മുഖ്താറാക്കിക്കൊണ്ട് തന്നെ, പ്രബലമാക്കിക്കൊണ്ട് തന്നെ, ഈ ഇമാമുൽ ഹറമൈനി തങ്ങളുടെ ഈ വാക്കിനെ ഉദ്ധരിച്ചിട്ട് തന്നെ എന്തായിട്ടുണ്ട്, മുഖ്തസറുൽ കബീറിൽ ഇബ്നു ഹാജിബ് തങ്ങൾ എന്തായിട്ടുണ്ട്, ഇത് വിശദീകരിച്ചിട്ട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ സബബും മുസബബും എന്നുള്ളത് എന്ത്, ഇത് ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് മറ്റേ ഉണ്ടാകണം എന്ന് ഷാരി ഉദ്ദേശിക്കുന്നില്ല. അതുകൊണ്ടാണ് എന്ത്, ഇമാമുൽ ഹറമൈനി തങ്ങൾ സബബിനെ കുറിച്ച് ഒന്നും ഇവിടെ പറയാതിരുന്നത്. നീ വ ഖൗലുൽ മുസന്നിഫിന്റെ കൗല് ഫീ ദഫ്ഇഹി, ഇതിനെ തട്ടാൻ വേണ്ടി മുസന്നിഫ് പറഞ്ഞില്ലേ. അപ്പോൾ മുസന്നിഫ് വേറൊരു സ്ഥലത്ത് എന്തായിട്ടുണ്ട്, ഈ ഇമാമുൽ ഹറമൈനി തങ്ങളുടെ കൗലിനിക്കൊരു തട്ടായിട്ട്, അതിനൊരു ഓപ്പോസിറ്റ് ആയിട്ട് നമ്മൾ മുസന്നിഫ് പറഞ്ഞിട്ടുണ്ട്. എന്ത്? സബബു ഔലാ ബിൽ വുജൂബി, സബബാണല്ലോ എന്തായാലും നിർബന്ധമാകേണ്ടത്, മിന ഷറഈനേക്കാളും, അതായത് ഷറഈ ആയ ഷർത്തിനേക്കാളും എന്ത്, സബബാണല്ലോ എന്തായാലും നിർബന്ധമാകേണ്ടത്. അതായത് മുസബബ് ഉണ്ടായാൽ അതിൻ്റെ സബബ് ഉണ്ടാകുക എന്നുള്ളതാണല്ലോ എന്തായാലും നിർബന്ധമാകേണ്ടത് എന്ന് നമ്മുടെ മുസന്നിഫ് പറഞ്ഞ കൗല് അത് മംനൂഉൻ, അത് വിലങ്ങപ്പെടേണ്ടതാണ്, തള്ളപ്പെടേണ്ടതാണ്. കാരണം യുഅയ്യിദുൽ അങ്ങനെ വിലങ്ങണം, തള്ളപ്പെടണം എന്നുള്ള എനിക്ക് ശക്തി പകരുന്നുണ്ട്. എന്ത്? അന്ന സബബ യൻഖസിമു, ഈ സബബും എന്താകുന്നുണ്ട്, വ്യത്യസ്ത ഇനങ്ങളാകുന്നുണ്ട്. ഷർത്തിനെ പോലെ തന്നെ. ഇലാ ഷർഈൻ വഅഖ്ലിയൻ, ഷർഈ അഖ്ലി, ഇങ്ങനെ രണ്ട് ഐറ്റം എന്താകുന്നുണ്ട്, ഓഹരിയാകുന്നുണ്ട്. അപ്പോൾ സബബും, നമ്മളിപ്പോൾ ഷർത്ത് ഷർഈയും അഖ്ലിയും ഉണ്ടെന്ന് പറഞ്ഞില്ല, അതേപോലെ സബബും എന്താകുന്നുണ്ട്, ഷർഈയും അഖ്ലിയും ആയ സബബുകളുണ്ട്. ഏതുപോലെ? ഷർഈ ആയ സബബ് പറഞ്ഞാൽ ഏതുപോലെ? കസിയത്തിൽ ഇഅ്താഖി ലഹു, ഇത്ക്ക് സംഭവിക്കണമെങ്കിൽ എന്താവണം, അതിൻ്റെ സീഗ പറയണം അല്ലേ. അപ്പോൾ ഒരു ഷർഈ ആയ സബബാണ്. ആ ഒരു സീഗ പറഞ്ഞാലേ മറ്റേ അടിമ എന്താകുള്ളൂ, സ്വതന്ത്രനാകുള്ളൂ. അതേപോലെ അക്കലിയായ സബബുകളുണ്ട്. ഏതുപോലെ? കൻ നെളിരി ലിൽ ഇൽമി, ഒരു ഇൽമ് കിട്ടണമെങ്കിൽ എന്താണ്, അതിനെക്കുറിച്ച് ചിന്തിക്കണം, നെളിറ് വേണം. അതൊരു അക്കലിയായ ഒരു കാര്യമാണ് അല്ലേ. നമുക്ക് ഏതൊരു ഇൽമ് കിട്ടണമെങ്കിലും അതിനെക്കുറിച്ച് ആദ്യം ചിന്തിക്കണം എന്നുള്ളത് അക്കലിയായ ഒരു സബബാണ്. അപ്പോൾ ചിന്തിച്ചാലേ ഇൽമ് കിട്ടുള്ളൂ. അപ്പോൾ ചിന്ത ഉണ്ടായാൽ അതിന് തുടർന്ന് എന്താകും, ഒരു ഇൽമ് ഉണ്ടാകും. ഇത്തരത്തിലുള്ള ഈ സബബുകളൊക്കെ ഇന്ദൽ ഇമാമി റാസി വായിരിഹി, ഇമാം റാസി ഇമാമിന് അല്ലാത്തവരുടെ അടുക്കലൊക്കെ മൂപ്പര് പറയുന്നുണ്ട് ഇങ്ങനെ അക്കലിയായ സബബുണ്ട്. അതേപോലെ ആദിയൻ, മൂന്നാമത്തെ കിസ്മ്, സബബ് മൊത്തം 3 ഇനങ്ങളാണ്. സബബ് ഷർഈയുണ്ട്, സബബ് അക്കലിയുണ്ട്, സബബ് ആദിയുണ്ട്. ആദിയായ സബബ് പറഞ്ഞാൽ ഏതുപോലെ? കഹസ്സിർ റഖബത്തി, പെരടി വെട്ടും പോലെ, ലിൽ ഖത്ലി, കൊല നിർബന്ധമാകണമെങ്കിൽ, അതായത് തിരിച്ച് ഇയാളെ കൊല്ലണം എന്നുണ്ടെങ്കിൽ എന്താണോ, ഇയാൾ മറ്റേ ആളുടെ പെരടി വെട്ടണം അല്ലേ. അപ്പോൾ അതുപോലെ അത് ആദിയാണ്. സാധാരണഗതിയിൽ കൈത്തറുത്തിട്ടാണ് എന്താകുക, എല്ലാവരും കൊല്ലാറുള്ളത്. കൈത്തറുത്താലാണ് എന്ത്, കൊല നടക്കുക. അപ്പോൾ കൈത്തറുത്താൽ അതിനെ തുടർന്ന് എന്താവും, മറ്റേ ആൾ ചാവും. അപ്പോൾ ചത്താൽ തിരിച്ചെന്താ വേണ്ടി വരും, ഇയാൾക്ക് ഖിസാസ് നിർബന്ധമാവും അല്ലേ. അപ്പോൾ
എന്ത് ആ ഷർത്ത് ഓഹരി ആകുന്നത് പോലെ തന്നെ സബബും ഇങ്ങനെ പല ഓഹരികളാകുന്നുണ്ട്. സബബ് ഷർഈ ഉണ്ട്, സബബ് അഖലി ഉണ്ട്, സബബ് ആദി ഉണ്ട്. അപ്പോൾ ഈ സബബ് ഇങ്ങനെ വ്യത്യസ്ത ഇനങ്ങളാകുന്നത് കൊണ്ട് തന്നെ അതിൻ്റെ മുസബബ് ഉണ്ടായി എന്ന് വിചാരിച്ചിട്ട് സബബ് നിർബന്ധമാവുക എന്നുള്ളത് ഉണ്ടാകൂല. അങ്ങനെ നിർബന്ധമാകും എന്ന് പറഞ്ഞ നമ്മുടെ മുസന്നിഫിൻ്റെ കൗലിനെ തള്ളപ്പെടേണ്ടതാകുന്നു എന്ന് നമ്മളെ ഷാരിഹിൻ്റെ വക മുസന്നിഫിനിക്കെതിരായിട്ടുള്ള ഒരു അഭിപ്രായം. എന്നാൽ ഷാരി ന്യായീകരിക്കുന്നുണ്ട്. അതാ നഅം കാല ബാളുഹും, എന്നാലും ചില പണ്ഡിതന്മാർ പറഞ്ഞിട്ടുണ്ട് അൽ ഖസ്ദു ബി ത്വലബിൽ മുസബ്ബബാത്തി അൽ അസ്ബാബു, ഈ മുസബ്ബബാത്തുകളൊക്കെ തേടുന്നത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? അൽ അസ്ബാബു, ഈ സബബുകൾ ഉണ്ടായാലാണല്ലോ ഈ മുസബ്ബബാത്തുകൾ ഉണ്ടാകുന്നത്. കാരണം അന്നഹല്ലത്തി ഫി വുസ്ഇൽ മുക്കല്ലഫി, കാരണം അതാണല്ലോ മുക്കല്ലഫിന്റെ വുസ്ഇൽ പറഞ്ഞാൽ മുസന്നഫിന്റെ മുക്കല്ലഫിന്റെ കൈവിൽ നടത്താം. അയാൾക്ക് വിശാലമാകുന്നത് പറഞ്ഞാൽ അയാളെ കൊണ്ട് കഴിയുന്നത്. അപ്പൊ അയാളെ കൊണ്ട് അയാളുടെ കൈവിലായിട്ട് പെടുന്നത് അതാണ്. അപ്പൊ അതുകൊണ്ട് ഈ മുസബ്ബബാത്ത് ഉണ്ടാകണം എന്നുള്ളത് കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താകുന്നു? ഈ അസ്ബാബുകൾ ഉണ്ടാകുക എന്നുള്ളത് തന്നെയാണ് എന്ന് ചില പണ്ഡിതന്മാരും പറഞ്ഞിട്ടുണ്ട്. എന്നാൽ ഇനി വഹ്തറസു ബിൽ മുത്ലഖി, മുസന്നിഫ് മുത്ലഖ് എന്നുള്ളത് കൊണ്ട് സൂക്ഷിച്ചു. അതായത് മുസന്നിഫ് ഫസ്റ്റ് പറഞ്ഞ മത്തിന് നമ്മളൊന്ന് ശ്രദ്ധിക്കുക. അവിടെ മുത്ലഖ് എന്ന് പറഞ്ഞിട്ടുണ്ട് അല്ലേ? അൽ വാജിബുൽ മുത്ലഖു എന്ന് പറഞ്ഞിട്ടുണ്ട്. മുത്ലഖ നിലക്കുള്ള വാജിബുകൾ. അപ്പം മുത്ലഖ നിലക്കുള്ള വാജിബുകൾ നിർബന്ധമാകാൻ മറ്റ് എന്തൊക്കെ കാര്യങ്ങളുണ്ടോ അതൊക്കെ വാജിബാണ് എന്നാണ് നമ്മൾ പറഞ്ഞത് അല്ലേ? അപ്പം മുത്ലഖ നിലക്കുള്ള വാജിബ് എന്നുള്ളത് പറഞ്ഞത് കൊണ്ട് മുസന്നിഫ് സൂക്ഷിച്ചു. എന്തിനെ തൊട്ട് സൂക്ഷിച്ചു? അനിൽ മുക്കയ്യദി, മുക്കയ്യദായ വാജിബുകളെ തൊട്ട് സൂക്ഷിച്ചു. അനിൽ മുക്കയ്യദി വുജൂബുഹു, അത് വുജൂബാകാൻ എനിക്ക് എന്തെങ്കിലും കൈതുകളൊക്കെ ഉണ്ടെങ്കിൽ അത്തരത്തിലുള്ള വാജിബുകളെ തൊട്ടൊക്കെ സൂക്ഷിച്ചു. ബിമാ യതവഖഫു അലൈഹി, ആ മുക്കയ്യദിന്റെ ആ കൈതോട് കൂടെ എന്താകുള്ളൂ, നിലനിൽക്കുള്ളൂ, അങ്ങനത്തെ തൊട്ട് സൂക്ഷിച്ചു. ഏതുപോലെ? കസ്സക്കാത്തി, സക്കാത്ത് പോലെ. വുജൂബുഹ, അത് വുജൂബാകൽ മുതവഖിഫുൻ, അത് നിൽക്കുന്നതാണ്. അലാ മിൽക്കി നിസാബി, നിസാബ് ഉടമപ്പെടുത്തുക എന്നുള്ളത്. അപ്പോൾ ഫലാ യജിബു തഹ്സീലുഹു, ആ നിസാബ് ഉടമപ്പെടുത്തലിനെ അത് കരസ്ഥമാക്കൽ നമ്മളെ മേൽ നിർബന്ധമുണ്ടോ? ഇല്ല. അതായത് ഇപ്പോൾ സക്കാത്ത് നിർബന്ധമാകണമെങ്കിൽ നിർബന്ധമാകാനുള്ള ഒരു കാരണം എന്താ? നിസാബ് കയ്യിലുണ്ടായിരിക്കുക എന്നുള്ളതാണ്. എന്ന് വിചാരിച്ചിട്ട് ആ നിസാബ് നമ്മളെങ്ങനെയെങ്കിലും ഒപ്പിച്ചുണ്ടാക്കണോ? വേണ്ടല്ലോ. നമ്മുടെ കയ്യിൽ നിസാബ് എങ്ങനെയെങ്കിലും ഉണ്ട് എങ്കിൽ ആ നിസാബ് എത്തിയാൽ നമ്മൾ എന്താണ് സക്കാത്ത് കൊടുക്കണം, അത്രേ ഉള്ളൂ. അപ്പോൾ ആ സക്കാത്ത് കൊടുക്കാൻ വേണ്ടി നമ്മൾ നിസാബ് എവിടെയെങ്കിലും പോയി ഒപ്പിച്ച് നമ്മളെ സ്വത്ത് മൊത്തം നിസാബിലേക്ക് എത്തിക്കണം എന്നുണ്ടോ? ഇല്ല, അതില്ല. അപ്പം അത്തരത്തിലുള്ള മുത്തലക്ക നിലക്ക് വാജിബ് എന്നുള്ളത് കൊണ്ട് ഈ മുക്കയ്യത നിലക്കുള്ള വാജിബുകളൊക്കെ അതിനെ തൊട്ട് സൂക്ഷിക്കപ്പെട്ടു. കാരണം ഇതൊക്കെ മുക്കയ്യത നിലക്കാണ്. ഈ സക്കാത്ത് എന്നുള്ളത് നിർബന്ധമാകൽ നിസാബ് എത്തിയാൽ എന്നുള്ളൊരു കൈത അവിടെ ഉണ്ട്. അതിൻ്റെ അത് സക്കാത്ത് നിർബന്ധമാകൽ എപ്പോഴാണ്? നിസാബ് എത്തിയാൽ. അപ്പം ആ നിസാബിനെ നമ്മൾ എവിടെയെങ്കിലും പോയി ഫലാ യജിബു തഹ്സീലുഹു, അതിനെ നമ്മൾ കരസ്ഥമാക്കൽ നമ്മളെ മേൽ നിർബന്ധമുണ്ടോ? ഇല്ല. ആ നിസാബ് നമ്മൾ എത്തിയാൽ, നമ്മളുടെ സ്വത്തിൽ ആ നിസാബ് എത്തിയാൽ എന്താവണം? അപ്പം നമ്മൾ സക്കാത്ത് കൊടുക്കണം, അത്രേ ഉള്ളൂ. അല്ലാതെ ആ കൊല്ലം തികയാൻ നേരത്ത് നമ്മൾ ബാക്കിയുള്ള മൃഗങ്ങളെയൊക്കെ കൂടി വാങ്ങിക്കൊടുന്ന് കൂട്ടി നിസാബിലേക്ക് എത്തിക്കണം എന്ന് നമുക്കൊരിക്കലും നിർബന്ധമില്ല. പിന്നെ അതേപോലെ വബിൽ മഖ്ദൂർ എന്ന് മുസന്നിഫ് പറഞ്ഞു അല്ലേ? അൽ ഫിയലുൽ മഖ്ദൂറു, ഒരു മുക്കല്ലഫായ ആൾക്ക് സാധിക്കുന്ന പ്രവർത്തനങ്ങൾ എന്നാ പറഞ്ഞത്. അപ്പോൾ അതുകൊണ്ട് മുസന്നിഫ് സൂക്ഷിച്ചു വൈരിഹി, ബാക്കിയുള്ള കാര്യങ്ങളെ തൊട്ടൊക്കെ. ലാമുദീമാൻ പറഞ്ഞിട്ടുണ്ട്. ഏതുപോലെ? കഹുലൂരിൽ അതദ് ഫിൽ ജുമഅത്തി, ജുമക്ക് ആളുകൾ ഹാജറാകും പോലെ. കാരണം ഫൈന്നഹു ഗൈറു മഖ്ദൂരിൽ ആഹാദിൽ മുക്കല്ലഫീൻ, അത് ഓരോരുത്തർക്കും സാധിക്കുന്ന കാര്യമാണോ? അല്ലല്ലോ. ഈ 40 ആളുകളും ഒന്നായിട്ട് വന്നാലേ അവിടെ ഉണ്ടാവുള്ളൂ, 40 ആൾ ഹാജറാകുള്ളൂ. അല്ലാതെ ഇത് ഓരോരുത്തർക്കും സാധിക്കുമോ ഈ 40 ആൾ ഒന്നായിട്ട് ഒരുമിച്ച് കൂട്ടുക എന്നുള്ളത്? ഇല്ല. അപ്പോൾ അത് ഗൈറു മഖ്ദൂറായ കാര്യമാണ്. യതവഖഫു അലൈഹി വുജൂബുൽ ജുമ, അങ്ങനെ ഉണ്ടെങ്കിലാണല്ലോ ജുമ നിർബന്ധമാകുക. കമാ യതവഖഫു വുജൂബുഹ
അലാ വുജൂദിൽ അതതി. ഈ ജുമ നിർബന്ധമാകുക എന്നുള്ളത് നിലനിൽക്കുന്ന ഏതിന്റെ മേലാണ്? അലാ വുജൂദിൽ അതതി. ഈ 40 ആളുകൾ ഉണ്ടായാലാണ് ജുമ നിർബന്ധമാകുക, അല്ലെ? അപ്പൊ ഈ 40 ആളുകൾ ഉണ്ടാകുക എന്നുള്ളതിന്റെ മേലിലാണ് ജുമ നിർബന്ധമാകുക എന്നുള്ളത് നിൽക്കുന്നത്. അപ്പോ എന്നാലോ ഈ 40 ആളുകളെ എത്തിക്കുക എന്നുള്ളത് ഒരാൾക്ക് ഒറ്റയ്ക്ക് സാധിക്കുന്ന ഒരു കാര്യമല്ല. കാരണം ഇയാൾ ഒറ്റക്കാണ്, ഇയാൾ ഒറ്റ ഒരാളല്ലേ ഉള്ളൂ, ഇയാൾ 40 ആളല്ലല്ലോ. അപ്പൊ ഇയാൾക്ക് ഈ 40 ആള് ഒന്നായിട്ട് ഹാജരാകുക എന്നുള്ളത് ഇയാളുടെ മഖ്ദൂറിൽ പെട്ട കാര്യമല്ല, ഇയാൾക്ക് കഴിയുന്നൊരു കാര്യമല്ല. അപ്പൊ അങ്ങനത്തെ കാര്യങ്ങളും അതിൽ നിന്ന് പുറത്തു പോയി. മുസ്തനിഫ് അതിനെ തൊട്ടും എന്തായി? സൂക്ഷിച്ചു. ഇനി നമുക്ക് അതിൻ്റെ നേരെ ഓപ്പോസിറ്റ് ഉള്ള കാര്യമാണ് പറയാനുള്ളത്. ഇൻഷാ അല്ലാഹ് നമുക്ക് അടുത്ത ക്ലാസ്സിൽ ചർച്ച ചെയ്യാം. വാഖിറു ദഅവാന അനിൽ ഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു.